അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്നൊരു കുട്ടി മിനി ഈവനിങ് വ്ളോഗാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളും ട്രിക്സുകളൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കുക, ലൈക്കും തരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിൽ പോവാം. അങ്ങനെ ഞാൻ ഈവനിങ്ങിൽ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ തന്നെ പനിക്കൂർക്കൊക്കെ ഇഞ്ചൊക്കെ ഇട്ടിട്ട് ഒരു കട്ടൻ ചായ തയ്യാറാക്കി. അപ്പോൾ ഇപ്പോൾ ഒരു കഫത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം കിട്ടും. അങ്ങനെ കട്ടൻ ചായയും ബേബി റസ്ക്കും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. വേറെ ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങാറില്ല മക്കളെടുത്ത് കഴിക്കുന്നതിന്, അസുഖം വരുന്നതിന്. അങ്ങനെ ഞാൻ ഇന്ന് വൈകുന്നേരം മുറ്റത്തിറങ്ങി ചെറിയൊരു ചെടി നടാമെന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ റെഡിയാക്കി. അതിലോട്ടേക്ക് ഞാൻ പൊടിപ്പിച്ച് വെച്ച ചെറിയുള്ളി ഉണ്ടായിരുന്നു. ചെറിയുള്ളി നന്നായിട്ട് ഇങ്ങനെ ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കുഴിച്ചിടാൻ വേണ്ടി എളുപ്പമായിരിക്കും, അല്ലാണ്ട് നനച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് നല്ല ഉഷാറുള്ള ചെറിയുള്ളിയും നല്ല ഉഷാറോടെ പൊടിച്ച ചെറിയുള്ളിയും കൂടി നോക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ചെറിയുള്ളിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പറിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരുപാട് സന്തോഷമല്ലേ. ചെറിയുള്ളി എന്നല്ല, എന്ത് കൃഷി ചെയ്താലും നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് വിളവെടുക്കുമ്പോൾ കിട്ടുന്നത് ഒന്നാണെങ്കിലും നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെ ലെവലാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. വീട്ടിലുണ്ടായത് കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചെറിയുള്ളി ആദ്യമായിട്ടാണ് നടുന്നത്. ഈ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഇത് നടേണ്ടത് എന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതിലുണ്ടാവുമോ എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. 3 മാസം കഴിഞ്ഞിട്ട് വിളവെടുത്ത് നോക്കാം. അങ്ങനെ രാത്രി ആയപ്പോൾ ഇന്ന് ഞാൻ ആട്ടപ്പത്തിലാണ് ചുടുന്നത്. ആട്ടപ്പത്തിൽ ചുടാനായിട്ട് റേഷൻ കടയിലുള്ള ആട്ട ഉപയോഗിക്കുമ്പോൾ ഞാനിങ്ങനെ അരിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. നമ്മൾ എടുക്കുന്ന സാധനമൊക്കെ അന്നേരം കഴുകി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഭാരമായിട്ട് തോന്നില്ല. കൈകൊണ്ട് കുഴച്ച് റിസ്ക് എടുക്കുന്നതിനായിട്ട് ഞാൻ ആട്ടപ്പത്തിൽ നിന്ന് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല ലൂസിലാണ് കലക്കിയെടുക്കാറ്. അപ്പോൾ നമുക്ക് പരത്താനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ ലൂസിൽ നമ്മൾ കലക്കി കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ എളുപ്പമാണ്. നമ്മൾ ടൈറ്റിലാണ് ഇത് കുഴച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ കൈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി മുക്കി പരത്തേണ്ടി വരും. നമുക്കിത് പരത്താൻ കഴിയില്ല. അങ്ങനെയാണല്ലോ മൈദേൻ്റെ പത്തിലും ആട്ടൻ്റെ പത്തിലൊക്കെ ഇത് ചുടുമ്പോൾ. നിങ്ങളിങ്ങനെ ചുടാറുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടോ. ഇത് ഞങ്ങൾ പരത്തിപ്പത്തിൽ ആട്ട പരത്തിയിട്ടത് എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ്. നമ്മൾ മുളകിട്ട മീൻ മുളകിട്ടൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞങ്ങളിങ്ങനെ മൈദ കൊണ്ടും ആട്ട കൊണ്ടും അരി കൊണ്ടും ചുടാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള മെയിൻ ഒരു റെസിപ്പിയാണ് ഇതുപോലെ പരത്തിയിടുന്നത്. അരി കൊണ്ടായാലും ആട്ട കൊണ്ടായാലും ഒക്കെ പരത്തിപ്പത്തിൽ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഇടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് എൻ്റെ ഒരു വിജയം. അങ്ങനെ രാത്രി ഞങ്ങൾ കുറച്ച് ചോറും കുറച്ച് പത്തിലൊക്കെ ആയിട്ട് രാത്രിയത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ രാത്രി എല്ലാം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചൺ ക്ലീനിങ്ങിന് നിൽക്കാറുണ്ട്. നമ്മൾ കിച്ചണിൽ മൊത്തമായിട്ട് എല്ലാ പാത്രവും ഒഴിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് കഴുകിയെടുക്കും. കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിലോട്ടേക്ക് വെച്ച് കൊടുക്കും. ഞാൻ ഉറുമ്പ് കയറുന്നതിന് ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് റിങ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വെക്കുന്ന ഒരു റിങ്ങാണ് കണ്ടത്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ ഇങ്ങനെ ഈ ഒരു കോട്ടൺ തുണിയിൽ കപ്പിത്തി വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ അതെടുത്തിട്ട് അതത് സ്ഥാനത്ത് കൊണ്ടുവെക്കും. അപ്പോൾ നല്ലൊരു വൃത്തിയായിരിക്കും. അങ്ങനെ ഞാൻ അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കിച്ചണൊക്കെ ക്ലീനാക്കി എടുത്തു. ഗ്യാസ് ഉച്ചക്ക് ഡീപ്പായിട്ട് ക്ലീനാക്കിയത് കൊണ്ട് ഇപ്പോൾ ഒന്നും ഫുഡ് നല്ല രീതിക്ക് ഉണ്ടാക്കാത്തത് കാരണം ബൾക്കായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഒന്ന് തുടച്ചാൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. രാത്രിയിൽ നമ്മൾ നല്ല രീതിയിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ എണീറ്റ് വരുമോ എന്ന് നമുക്കൊരു ഉറപ്പില്ലല്ലോ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലാണോ കിച്ചണിൽ വരികയെന്നോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ എണീറ്റ് വന്നാലും രാവിലെ നമുക്ക് എണീറ്റ് വരുമ്പോൾ നല്ല മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും. കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച പ്ലേറ്റൊക്കെ കഴുകാണ്ട് വെച്ചിട്ടൊന്നും രാത്രി ഉറങ്ങാൻ പോവരുത്. ഇപ്പോൾ അധികം വീട്ടിലും എല്ലാവരും ക്ലീനാക്കുന്നവർ തന്നെയാണുള്ളത്. ആദ്യമൊക്കെ ചിലരൊക്കെ ക്ലീനാക്കാണ്ട് രാവിലെ ചെയ്യാം എന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒന്നാക്കി കൂട്ടി വെച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ രാത്രി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഉറങ്ങാൻ പാടുള്ളൂ. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു ഗ്യാരൻറ്റി ഇല്ല. നമ്മൾ രാവിലെ എണീച്ച് വന്നില്ലെങ്കിൽ നമ്മുടെ കിച്ചണ് അലങ്കോലമായി കിടക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും കാണുക.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അങ്ങനെ എൻ്റെ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണൊക്കെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു കിച്ചൺ ടവലൊക്കെ ലാസ്റ്റ് ഉണങ്ങാൻ വേണ്ടി കിച്ചൺ ടവലും നമ്മൾ പാത്രം കഴുകാനും ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി ഇടണം. അല്ലെങ്കിൽ കിച്ചണിൽ ഒരു കയറി വരുമ്പോൾ ഒരു സ്മെല്ലായിരിക്കും. കിച്ചണ് ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഒരു ഔട്ട്ഫിറ്റാണ്. രാത്രി ഞാൻ അടിച്ച് വാരലില്ല കേട്ടോ. രാത്രി അടിക്കലും തുടക്കലും അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. കാരണം അമ്മമാരൊക്കെ പറയും ദാരിദ്ര്യം വരുമെന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.